സിനിമാ നേരത്തിലേക്ക് കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. RJ അരവിന്ദാണ് നിങ്ങളുടെ ഒപ്പം. കട്ടപ്പനയിലെ മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഏലക്കാത്തോട്ടത്തിൽ പുഷ്പിക്കുന്ന 3 പ്രണയങ്ങളുടെയും അതുണ്ടാക്കുന്ന പൊല്ലാപ്പിൻ്റെയും കഥ പറയുന്ന ചിത്രമാണ് ലിറ്റിൽ ഹാർട്ട്സ്. തൻ്റെ എല്ലാ കഥാപാത്രങ്ങളിലും ഒരു കൊച്ചി വൈബ് ഉണ്ട് എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടെയായിരുന്നു ഷെയ്ൻ നിഗമിൻ്റെ സിബി എന്ന് പറയുന്ന ഈ കഥാപാത്രം. പ്രേക്ഷകരെ പ്രണയഭരിതരാക്കുന്നതിനോടൊപ്പം തന്നെ പൊട്ടിച്ചിരിപ്പിക്കാനും സിനിമ ഒട്ടും മറന്നിട്ടില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഷെയ്ൻ ബാബുരാജ് കോംബോ. ഒരു അച്ഛൻ മകൻ കോംബോ വരുമ്പോഴത്തേക്ക് അച്ഛൻ മകനേക്കാളും ഡോമിനേറ്റ് എന്ന രീതിയിലാണ് ബാബുരാജിനെ അതിൽ നമുക്ക് കാണാൻ കഴിയുക. 3 വർഷം മിസ്റ്റർ പുഷ്പകണ്ഠമായിരുന്നു ഞാൻ. ഈ മസിലൊക്കെ ഉള്ളൂ, തലയ്ക്ക് വെളിവില്ലാത്തവനാ. എന്റെ കയ്യിൽ നിന്ന് കൊണ്ടാലുണ്ടല്ലോ ഈ പറയുന്ന പാപ്പൻ ഫ്ലാറ്റാ. ആസ്ഥാന ഗുണ്ടയിൽ നിന്ന് പ്രണയാതുരനായ കാമുകന്റെയും നാട്ടുംപുറംകാരനായ കർഷകന്റെയും സ്നേഹനിധിയായ അപ്പന്റെയും വേഷത്തിലേക്കുള്ള ബാബുരാജിന്റെ അഭിനയം പ്രേക്ഷകരെ ഒരുപാട് അദ്ദേഹത്തോട് അടുപ്പിച്ചത് മാത്രമല്ല ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്തു. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഷെയ്ൻ മഹിമ കോംബോ. ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും നല്ലൊരു കെമിസ്ട്രി ബിൽഡപ്പ് ചെയ്യാനായിട്ട് മഹിമയ്ക്കും ഷെയ്നിനും കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ഈ സിനിമയെ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. പൊതുവെ പൊട്ടിത്തെറിക്കുന്ന ഷൈൻ ടോം ചാക്കയാണ് നമ്മൾ കൂടുതൽ കണ്ടുള്ളത്. എന്നാൽ ലിറ്റിൽ ഹാർട്ട്സിലേക്ക് വരുമ്പോൾ വളരെ ശാന്ത സ്വരൂപനായ ഷൈൻ ടോം ചാക്കയെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഈ 3 പ്രണയങ്ങളിൽ ഈ പ്രശ്നത്തിനെല്ലാം തിരികൊളുത്തുന്ന ഒരു പ്രണയം, അത് ഷൈൻ ടോം ചാക്കയുടെ ഷാരോൺ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രണയമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ഇപ്പോൾ സിബിച്ചനും ബേബിച്ചനും ഒക്കെ പ്രശ്നങ്ങളിൽ ചെന്ന് വീഴാനുള്ള കാരണം ഷാരോണിൻ്റെ പ്രണയമാണ്. അതുകൊണ്ട് തന്നെ ആളിതിലിത്തിരി ശാന്ത സ്വരൂപനുമാണ്. ആകെ മൊത്തം ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമ പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇടുക്കിക്കാരൻ കർഷകൻ്റെ കഥ പറയുന്ന ഒരു ഫാമിലി ചിത്രമാണ്. ഒരു കുടുംബമായിട്ട് ചിരിക്കാനും അതുപോലെ കപ്പിളായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് സ്നേഹിക്കാനൊക്കെ തോന്നുന്ന ഒരു കുഞ്ഞു സിനിമയാണ് ലിറ്റിൽ ഹാർട്ട്സ്. ഈ ആഴ്ചയിൽ പ്രേക്ഷകരെ ത്രസിപ്പിക്കാനായിട്ട് 3 പുത്തൻ ചിത്രങ്ങളാണ് തിയേറ്ററിലേക്ക് എത്തുക. അതിലൊന്നാമത്തെ ചിത്രം TS സുരേഷ് ബാബു സംവിധാനം ചെയ്യുന്ന DNA എന്ന് പറയുന്ന ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ കസേരയ്ക്ക് താഴെ 3 ബ്രൂട്ടൽ മർഡേഴ്സ്. മമ്മൂട്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു സിനിമാ നടൻ കൂടി എന്ന് പറയുന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. It's a well-planned and nicely executed trap. അടുത്ത ചിത്രം ഗറാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം ഉണ്ടല്ലേ, അയ്യോ എന്താണ് ഗർ എന്നുള്ളത്. കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് കോംബോയിൽ വരുന്ന ഒരു കിടിലൻ ചിരി പടമാണ് ഗർ. ജയ്ക്കാണ് അതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ടൈറ്റിലും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ഈ സിനിമയിലുള്ള സിംഹം ശരിക്കും ആണോ എന്നുള്ളത് നമുക്ക് തിയേറ്ററിൽ തന്നെ കണ്ടറിയണമെങ്കിലും നമുക്ക് കിട്ടുന്ന വാർത്തകളനുസരിച്ച് അതിൽ ശരിക്കുള്ള സിംഹം അഭിനയിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തത് ഒരു മലയാള ചിത്രമല്ല, ഒരു തമിഴ് ചിത്രമാണ്. മക്കൾ സെൽവൻ വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രം മഹാരാജ. என் பேர் மகாராஜா சார். கேட்கல சலூன் கடை வச்சிருக்கேன் சார். வீட்டில் இந்த லட்சுமி திருட்டு போச்சு. FIR போடலான்னு வந்தேன் சார். FIR போட வந்தியா? ஏன் കേസ് നീയെ വിചാരണ പഠിക്കുന്നത്? ഡയറക്ടറായിട്ട് വരുന്നത് നമ്മുടെ നിതിലൻ സ്വാമിനാഥൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം കൂടെയാണ്. എന്ത് ധൈര്യത്തിലായിരിക്കും നിതിലൻ ഏൽപ്പിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം വളരെ ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു ആ സിനിമയുടെ തിയേറ്റർ പ്രതികരണങ്ങൾ. ഒരാൾ പോലും കണ്ണ് നനയാതെ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാതെ തിയേറ്റർ വിട്ട് ഇറങ്ങിയിട്ടില്ല. ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ എന്ന് പറയാൻ പാകത്തിന് സ്ക്രീൻ പ്ലേ വളരെ ഗംഭീരമായി നിർവഹിച്ചിട്ടുണ്ട്. ഒരു ഡെബ്യൂട്ടൻ്റാണ് അല്ലെങ്കിൽ ഒരു തുടക്കക്കാരൻ എന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളോ ഫ്രെയിമുകളിലുള്ള ഉലസലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വളരെ വ്യക്തമായി എന്താണോ പറയാനുള്ളത് അത് വളരെ വ്യക്തമായി പറയുന്ന രീതിയിൽ തന്നെയാണ് ആ ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പൊണ്ണുമുള്ള പൊണ്ടാട്ടിയുമുള്ള അക്ക തങ്കച്ചി ഇല്ലன்ற അപ്പോൾ ലക്ഷ്മിன்றது யாரியா? சார் லட்சுமி சார். சாத்துனன்னு வச்சுக்க தலை தனியா போயிடும்.